കൂടി ആരംഭിക്കുമ്പോൾ 17 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര മഹോത്സവം അതിന്റെ 12ാം സുദിനമാണ് ഇന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പരങ്ങാടി. ഇതെല്ലാവർക്കും എവിടെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മളെ സ്വന്തം കളിയാട്ടക്കാവ്. മൂന്നിയൂർ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കോഴിക്കളിയാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വ്യൂ ജസ്റ്റ് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്നാമത് മഴയായിട്ട് ആളുകൾ വളരെ കുറവാണ്. പിന്നെ ദേശകുതിരകളൊക്കെ വരണുള്ളൂ. നമുക്കൊരു കോഴി വെട്ടാണ്ട്, 2 കോഴി വെട്ടാണ്ട്. അപ്പോൾ അതിലേതാ ഞാൻ, ധ്രുവ്, ഉണ്ണി, പിന്നെ വൈഫുണ്ട്, മോളുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ ഷൂട്ടുകാരൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഇവർ ഓട്ടോറിക്ഷയിലും നമ്മൾ ബൈക്കിനുമാണ് വന്നത്. അപ്പോൾ നമ്മൾ കളിയാട്ടക്കാലത്ത് ഇങ്ങനെ വരവുകൾ കണ്ടോ, ചെറിയ ചെറിയ പൊയ്ക്കുതിരകളാണ് ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ പാടത്തൊക്കെ വെള്ളമായിട്ട് ഇനി ഫുള്ള് ബ്ലോക്കാവും. കച്ചവടക്കാരൊക്കെ വളരെ കുറവാണ്. ഒരു ദയനീയ അവസ്ഥയാണ്. കാരണം കച്ചവടം ഇടാനുള്ള സ്ഥലമില്ല, പാടമില്ല. വെള്ളം മഴ ഇപ്രാവശ്യം മുൻകൂട്ടിയാണല്ലോ വന്നത്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് കോഴിവെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളേക്ക് കാണിച്ചു തരാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. പൊയ്ക്കുതിരകൾ ഇങ്ങനെ ചെറിയ ചെറിയ കുതിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കുതിരകളൊക്കെ ഉച്ചയ്ക്ക് ശേഷവും എത്താം. അവിടെ അരയാലനുണ്ട്. അതിൻ്റെ അവിടെ അമ്മ അതാ പട്ട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പട്ട് വാങ്ങാൻ വേണ്ടി പോയി. ഷൂട്ടേട്ട പോയിനും പിടിച്ച് കുറേ നേരമായി ബോറടിച്ച് നിൽക്കണേ. ധ്രുവ് മെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഒന്ന് ഓരോന്ന് ഇങ്ങോട്ട് കയറ്റി നിർത്തിയതാണ്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നാടൻ കോഴിക്കറി കൂട്ടിയിട്ടാണ് ഭക്ഷണം. എന്തായാലും നമ്മളൊരു സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ. ഒരു സന്തോഷം, ഒരു സമാധാനവും. ദേവിനൊന്ന് കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമനാണ്. പൊയ്ക്കുതിര ഉണ്ടോ വരുന്നത്? ചെറിയ ചെറിയ കുതിരകളാണ്. വലിയ ദേശകുതിരകൾ ഒരുപാട് വരാണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. അതൊക്കെ നമ്മൾ വീഡിയോ വിടും, വീഡിയോയിൽ വരും. നമ്മളെ നെടുവാദേശത്ത് നിന്ന് തന്നെ ഉണ്ട് അത്യാവശ്യം അടിപൊളി കുതിര വരാൻ. പക്ഷേ മഴ ആയതുകൊണ്ട് കുതിരക്കാർക്കും ബാൻഡ് സെറ്റ്, അതേപോലെ തന്നെ ചിങ്കാരിമാൾ, അവർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ മഴയത്തെ. ഈ അമ്പലം കുതിര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോഴിക്കല്ല് പ്രദക്ഷിണം ചെയ്യും. അമ്പലമൊക്കെ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാലൊക്കെ നിൽക്കാനുള്ള ഷീറ്റും കാര്യങ്ങളും നല്ല വൃത്തിയിലാണ് കേട്ടോ. അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇവരിത് ഓരോ മൂലക്ക് പോയിക്കാണ്, ധ്രുവും ഉണ്ണിക്കുട്ടനും കൂടി. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗത്തെത്തി. നാഗത്തിൻ്റെ അവസാന തൊഴുന്നതാണ് നാഗത്തിൻ്റെ അവിടെ. നാഗദേവതേൻ്റെ ദേവനും ദേവതയുണ്ട്. അവിടെയും കൂടി തൊഴുതിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ടേട്ടാ എൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കുക. ഞാനും വേണ്ട, ഞാൻ ഇല്ലല്ലോ ഇതുവരെ. അപ്പോൾ പുള്ളിക്കാരെടുത്തതാണ്. ഇപ്പോൾ സർപ്പക്കാവ് നമ്മൾ അവസാനം ഇപ്പോൾ തൊഴുതിറങ്ങണേ. സർപ്പക്കാവിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോഴാണ് ഞാൻ അടുത്ത ടെസ്റ്റ്. ഉണ്ണിക്കും ധ്രുവിനും കൈ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ അവിടെ നിന്ന് കൈയൊക്കെ നോക്കി ധ്രുവിനൊക്കെ കണ്ട് നല്ലോണം ഉഷാറാക്കി തത്തമ്മേനെ കൊണ്ട് ഷീട്ടെടുത്ത്. ഒരു പഴയൊരു ഓർമ്മയാണിത്. തത്തമ്മ ഷീട്ടൊക്കെ എടുത്ത് ഉണ്ണീനെ വലിയ ഉദ്യോഗസ്ഥനാവും, ധ്രുവ് വലിയ ഉദ്യോഗസ്ഥനാവും. നമ്മളും ലാസ്റ്റ് ഒന്ന് കൈ നോക്കിയിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാവർക്കും കാണാം. ഇതൊക്കെ ഒരു രസമാണ്. നമ്മളൊരു കാലഘട്ടത്തിനനുസരിച്ച് പഴയൊരു കാലഘട്ടങ്ങൾ ഓർമ്മ വരും. പിന്നെ അത് പൊയ്ക്കുതിര അത് അടുത്തത് വന്നു. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പൊയ്ക്കുതിരനെ കണ്ട്. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഒരു നമ്മൾ ലാസ്റ്റ് ഉണ്ട് പാടമുണ്ട്. പാടത്തിൻ്റെ അവിടുത്തെ കച്ചവടം മാറ്റിയപ്പോൾ കുറച്ച് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാറുണ്ട്. അവിടെ ഇപ്പോൾ ഉണക്കൽ കട തന്നെ 10, 20, 30 കട ഉള്ളിടത്ത് ഇപ്പോൾ രണ്ട് കടയുള്ളൂ ഇപ്രാവശ്യം. കാരണം അവർക്ക് കച്ചവടം ഇടാനുള്ള സ്ഥലമില്ല എല്ലാവർക്കും കൂടി. പിന്നെ തലപ്പാറ ആ ഭാഗത്തേക്ക് റോഡിലേക്കാണ് കച്ചവടങ്ങൾ ഇപ്രാവശ്യം കൂടുതൽ. പൊയ്ക്കുതിര വരുന്നുണ്ടോ? ഒരുപാട് വരുന്നുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കുതിരകൾ. ഈ പൊയ്ക്കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാടാണ്. അത് പറഞ്ഞാൽ നമ്മൾ കുരുത്തോലക്കൂടിയും മുളയൊക്കെ കയറ്റിക്കാണ്ട് ഓരോരുത്തർ വഴിപാടുണ്ടാവും അമ്മ ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് അടിച്ച് പൊളിക്കുക ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പറഞ്ഞു തരണ. നമ്മളെ ഐതിഹ്യങ്ങൾ കേട്ടോ, ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ. അത് പറഞ്ഞാലും തീരൂല. അപ്പോൾ ഞാൻ മൊത്തമായിട്ടൊരു വീഡിയോ തരുന്നുണ്ട്. അതിൽ ഞാൻ മൊത്തമായിട്ട് ഞാൻ പറയണ്ടേ കാര്യങ്ങൾ. നമ്മൾ പണ്ടൊക്കെ കാവിൽ ഒരു പ്രശ്നം ഉണ്ടായ ഒരു കൊല്ലം അടി ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത വർഷം കാണട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അടിയും പിടിയും അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ചെന്നത് ഇതാ ഇവിടെ ചായ, ബജി, ചിക്കൻ വട ഇതൊക്കെ ഉണ്ട്. ആകെ 4-5 കടകളുള്ളൂ. ആകെ 4-5 ഷോപ്പുകളുള്ളൂ. ഇതുണ്ടോ? അമ്മ അങ്ങനെ കറങ്ങുകയാണ് ആൾ. എങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്ത്, ഞാനും ഷൂട്ടറിനും കൂടെ എന്ത് ചെയ്ത്, നല്ല ചൂട്
പൊടിയരീൻ്റെ കഞ്ഞി ഉണ്ടായിരുന്നു. മക്കളെ ഒരു വൈബ്, പുഴുക്കും അച്ചാറും അതുകൊണ്ട് പിടിച്ച്. ഊരവിടെ ഉണ്ണിയാണെങ്കിൽ നെയ്ച്ചോറും കോഴിക്കറിയും വളർന്നാണ് ഉണ്ണി അവിടെ നിന്ന് പിടിച്ച്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചൂട്, ആ മഴയത്ത് ഇങ്ങനെ ആ ചൂട് കഞ്ഞി കുടിക്കുമ്പോണ്ടല്ലോ. പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുണ്ടായിരുന്നു. അതുപോലെ ദമ്മിന് കഴിച്ചു. ദമ്മിന് വെച്ചാൽ നല്ല ഉഷാറായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അമ്പലത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് വരാം. നല്ലതാണ്, കാണാനും അനുഗ്രഹം കിട്ടാനും ഒക്കെ അത്രയും വിശ്വാസമാണ് നമുക്ക്. കഞ്ഞിയും പുഴുക്കും കിട്ടും കേട്ടോ ചൂടോടെ വന്നു കഴിഞ്ഞാൽ. ഈ കടയിൽ തന്നെ പിന്നെ അതേപോലെ തന്നെ ഓംപ്ലേറ്റ് ആയാലും അതുപോലെ തന്നെ പട്ടാണി കുറുമ അതുണ്ട്. എല്ലാം ചൂടോടെ ലൈവിലാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ്. ഓക്കെ.